സോ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് എങ്ങനെ നമുക്ക് സ്റ്റോക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ ഇടൽ, അതേപോലെ തന്നെ സ്റ്റോക്ക് എങ്ങനെ റീകൺസിൽ ചെയ്യലെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് എൻറ്റർ ചെയ്യണം, അതേപോലെ തന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ടാക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുക, ഇങ്ങനത്തെ ഈ ഒരു 3 സിനാരിയോ ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുക, ദെൻ ഇതിൽ സ്റ്റോക്ക് എൻട്രി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെർച്ച് ചെയ്യാം സ്റ്റോക്ക് എൻട്രി. സോ സ്റ്റോക്ക് എൻട്രി പോവുക, ദെൻ ആഡ് സ്റ്റോക്ക് എൻട്രി ചെയ്യുക. സോ ഇതിൽ നമുക്ക് കറൻ്റ്ലി ടുഡേയ്സ് പോസ്റ്റിംഗ് ഡേറ്റ് ആവും. അതല്ല ഇനി മുന്നത്തെ ഡേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് പോസ്റ്റിംഗ് ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, ദെൻ സ്റ്റോക്ക് എൻട്രി ടൈപ്പ് നമുക്ക് സ്റ്റോക്ക് എൻറ്റർ ചെയ്യാനാണോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാനാണോ എന്നുള്ളത്. സോ ഇതിൽ കുറച്ച് എന്താ പറയുക ഇതുണ്ട്, ടൈപ്സ് ഉണ്ട്. സോ ഇതിൽ നമുക്ക് നമ്മുടെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലോ എന്താ വെച്ചാൽ ഒരു 3 സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. മെറ്റീരിയൽ ഇഷ്യൂ, അതേപോലെ തന്നെ മെറ്റീരിയൽ റെസിപ്റ്റ്, മെറ്റീരിയൽ ട്രാൻസ്ഫർ. നമുക്ക് ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലോട്ട് സ്റ്റോക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി അതിൽ നമുക്ക് സ്റ്റോക്ക് എൻറ്റർ ചെയ്യണം, നമ്മളെ വെയർ ഹൗസിലോട്ട് സ്റ്റോക്ക് കയറ്റണം. സോ അതിന് യൂസ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ റെസിപ്റ്റ്. ഇനി അതേപോലെ തന്നെ നമ്മളെ വെയർ ഹൗസിൽ നിന്ന് സ്റ്റോക്ക് ഔട്ടാവണം. ഓക്കെ, സോ അതിന് യൂസ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ ഇഷ്യൂ. സോ ഫസ്റ്റ് ഞാൻ സ്റ്റോക്ക് എങ്ങനെ എൻറ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ അതിന് ഞാൻ മെറ്റീരിയൽ റെസിപ്റ്റ് ചൂസ് ചെയ്തു. ദെൻ ഇവിടെ ഡിഫോൾട്ട് വെയർ ഹൗസ് കൊടുക്കുക, ഡിഫോൾട്ട് ടാർഗറ്റ് വെയർ ഹൗസ്. ഇവിടെ തന്നെ ഉണ്ട് സെറ്റ് ടാർഗറ്റ് വെയർ ഹൗസ് ഇൻ ഈച്ചർ ഓഫ് ഐറ്റം. ഇവിടെ ഡിഫോൾട്ട് കൊടുത്താൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 100 ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടാർഗറ്റ് വെയർ ഹൗസിൽ കംപ്ലീറ്റ് കൊടുക്കണമെന്നില്ല. ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാ ഐറ്റത്തിലും ടാർഗറ്റ് വെയർ ഹൗസ് വരും, ഈവൻ ഇഫ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ. സോ ഞാൻ ഡിഫോൾട്ട് ടാർഗറ്റ് വെയർ ഹൗസ് സ്റ്റോർ കൊടുത്തു. ദെൻ നമ്മുടെ ഐറ്റം കോഡ്. സോ ഐറ്റം കോഡ് ഞാൻ ലൈക്ക് ഈ ഒരു ഐറ്റം കൊടുത്തു. സോ ക്വാണ്ടിറ്റി, എനിക്ക് എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്ക് എൻറ്റർ ചെയ്യണം. സോ ഞാൻ ഒരു 100 കൊടുത്തു. അതിൻ്റെ ബേസിക് റേറ്റ് ആസ് പെർ സ്റ്റോക്ക് UIM 500 വന്നു. ഇനി ഒരു വേറൊരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് റോ കൊടുക്കാം, സെയിം മെത്തേഡ്, ഐറ്റം കോഡ്, ദെൻ ടീഷർട്ട് കൊടുത്തു. ഇതിൽ ക്വാണ്ടിറ്റി എനിക്ക് ഇതേപോലെ 100 എൻറ്റർ ചെയ്യണം. സോ ബാക്കി കാര്യങ്ങളൊക്കെ ഇതാണ്. ദെൻ സേവ് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ സോഴ്സ് വെയർ ഹൗസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എൻറ്റർ ചെയ്തു. ഈ ഒരു സ്റ്റോർ എന്നുള്ള വെയർ ഹൗസിലോട്ട് ഞാൻ ക്യാമറയും ടീഷർട്ടും എൻറ്റർ ചെയ്തു. ഇനി ലൈക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ലെഡ്ജർ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാ ക്യാമറ ആൻഡ് ടീഷർട്ട് ഇൻ ക്വാണ്ടിറ്റി 100. ഓക്കെ, 100 ഞാൻ ഇൻ ചെയ്തു. ഔട്ടില്ല, ബാലൻസ് 100. ഇതാണ് എൻ്റെ വെയർ ഹൗസ്. സോ ആ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വാല്യൂഷൻ റേറ്റ്, ആവറേജ് റേറ്റ്, ഇൻകമിങ് റേറ്റ്, ബാലൻസ് വാല്യൂ, ചേഞ്ച് വാല്യൂ, എല്ലാ കാര്യങ്ങളും അത് ഇതെങ്ങനെ വന്നതെന്നുള്ളതാണ് വോച്ചർ ചേഞ്ച്. മീൻസ് വോച്ചർ ടൈപ്പ് സ്റ്റോക്ക് എൻട്രി ആണ് ചെയ്തത്. അതിൻ്റെ ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് ഇവിടുത്തെ മെറ്റീരിയൽ റിക്വസ്റ്റ് എന്നുള്ള റെസിപ്റ്റ് എന്നുള്ളതാണ് വോച്ചർ സ്റ്റോക്ക് എൻട്രി വഴി. സോ സ്റ്റോക്ക് റിലേറ്റഡ് റിപ്പോർട്ടാണ് സ്റ്റോക്ക് ലെഡ്ജർ ആൻഡ് സ്റ്റോക്ക് ബാലൻസ്. ഓക്കെ, സ്റ്റോക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ബാലൻസ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കാനുള്ള റിപ്പോർട്ടാണ് സ്റ്റോക്ക് ബാലൻസ്. സ്റ്റോക്ക് ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇന്നായതും ഔട്ടായതും ഓപ്പണിംഗ് സ്റ്റോക്കും ഏത് വോച്ചറാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാനാണ് സ്റ്റോക്ക് ലെഡ്ജർ. ഓക്കെ, സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം സ്റ്റോക്ക് എൻട്രി ആണ്. അതിൽ നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് എൻട്രി ടൈപ്പ് മാറ്റി കൊടുക്കാം, മെറ്റീരിയൽ ട്രാൻസ്ഫർ കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബോധറേണ്ട ആവശ്യമില്ല. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. എന്തിനാണ് ഈ ആഡ് ടു ട്രാൻസിസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ റിക്വേർഡ് കാര്യങ്ങൾ എന്തിനാണ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ബോം ഇൻഫോണ്ട് ഇതൊക്കെ മാനുഫാക്ചറിങ്ങിൻ്റെ വരലാണ്. സോ അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണില്ല. സോ ഇവിടെ ഡിഫോൾട്ട് കൊടുക്കാം. ഇതിൽ 2 വെയർ ഹൗസ് നമ്മൾ സെലക്ട് ചെയ്യണം, സോഴ്സ് വെയർ ഹൗസും അതേപോലെ തന്നെ ടാർഗറ്റ് വെയർ ഹൗസും. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് വെയർ ഹൗസിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം, അതേപോലെ തന്നെ ഏത് വെയർ ഹൗസിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. സോ ഞാൻ ഫിനിഷ്ഡ് ഗുഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഏത് ഐറ്റം ആണെന്നുള്ളത്. സോ ഞാൻ ഈ ഒരു ക്യാമറ എന്നുള്ള ഐറ്റം തന്നെ ക്വാണ്ടിറ്റി ഒരു 10 ക്വാണ്ടിറ്റി ഞാൻ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദെൻ സേവ് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ,
സോ ഇനി ഇതിൻ്റെ വ്യൂ സ്റ്റോക്ക് ലെഡ്ജർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് ക്യാമറ, ഓക്കെ, ഇൻ ക്വാണ്ടിറ്റി ഔട്ടായത് 100 എവിടുന്ന് സ്റ്റോർ എന്നുള്ളത്, ഓക്കെ, അതായത് സ്റ്റോറിൽ നിന്നാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. സോ സ്റ്റോറിൽ നിന്ന് 10 ക്വാണ്ടിറ്റി ഔട്ടായി. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ക്വാണ്ടിറ്റി വന്നു, അതായത് ഫിനിഷ്ഡ് ഗുഡ് എന്നുള്ള വെയർ ഹൗസിലോട്ട് 10 ക്വാണ്ടിറ്റി ഇന്നായി. സോ ഇതാണ് സ്റ്റോക്ക് ലെഡ്ജർ നോക്കിയാൽ. ഇനി അതിൻ്റെ എന്താ പറയുക, ഏത് വോച്ചറാണ് കാര്യങ്ങളാണെന്നുള്ളത് ഇവിടെ മനസ്സിലും സ്റ്റോക്ക് എൻട്രി ചെയ്തപ്പോഴാണ്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ ഡോക്യുമെൻറ്റ് നെയിമാണിത്. സോ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് എൻട്രിയിലോട്ട് പോകും. ഓക്കെ, സോ ഇങ്ങനെയാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യൽ. സെയിം പോലെ തന്നെയാണ് സ്റ്റോക്ക് ഔട്ടാക്കലും. ഇതേപോലെ തന്നെ ആഡ് കൊടുക്കുക, സ്റ്റോക്ക് എൻട്രി ടൈപ്പ് മെറ്റീരിയൽ ഇഷ്യൂ, ദെൻ നമ്മുടെ ഡിഫോൾട്ട് വെയർ ഹൗസ് കൊടുക്കുക, ദെൻ ഐറ്റം കോഡ്, ക്വാണ്ടിറ്റി, ദാറ്റ്സ് ഇറ്റ്. ദെൻ സേവ് ആൻഡ് സബ്മിറ്റ്. ഓക്കെ, മെറ്റീരിയൽ ഇഷ്യൂവിൽ നമുക്ക് ടാർഗറ്റ് കൊടുക്കേണ്ട, നമ്മളെ സോഴ്സ് വെയർ ഹൗസ് കൊടുത്താൽ മതി. അതായത് ഏത് വെയർ ഹൗസിൽ നിന്നാണ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവേണ്ടതെന്നുള്ളത് കൊടുത്താൽ മതി. ദെൻ ഐറ്റം കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക, സേവ് ആൻഡ് സബ്മിറ്റ്. സോ ഇങ്ങനെയാണ് സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത്. ഓക്കെ.